നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് റോബസ്റ്റ്നെസ് ഓഫ് സ്റ്റാൻഡേർഡ് ടൂറിംഗ് മെഷീൻ മോഡലാണ്. ഇതിനകത്ത് വരുന്നത് രണ്ട് മോഡൽസാണ് ഉള്ളത്. മൾട്ടി ടൈപ്പ് ടൂറിംഗ് മെഷീനും നോൺ ഡിറ്റർമിനിസ്റ്റിക് ടൂറിംഗ് മെഷീനും. ഇതാണ് രണ്ടെണ്ണം നമ്മൾ ഇതിനകത്ത് എഴുതേണ്ടത്. ഫസ്റ്റ് നമുക്ക് മൾട്ടി ടൈപ്പ് ടൂറിംഗ് മെഷീൻ എന്താണെന്ന് നോക്കാം. മൾട്ടി ടൈപ്പ് ടൂറിംഗ് മെഷീൻ കണ്ടെയ്ൻസ് മൾട്ടിപ്പിൾ ടേപ്സ് വെയർ ഈച്ച് ടേപ്പ് ഈസ് അക്സസ്ഡ് വിത്ത് എ സെപ്പറേറ്റ് ഹെഡ്. അതായത് നമ്മൾ ഇത്രയും നാൾ പഠിച്ചത് ഒരു സിംഗിൾ ടേപ്പ് വരുന്ന കേസായിരുന്നു. പക്ഷേ മൾട്ടി ടേപ്പ് ടൂറിംഗ് മെഷീനകത്ത് മൾട്ടിപ്പിൾ ടേപ്സ് പ്രസൻ്റ് ആയിരിക്കും. ആ മൾട്ടിപ്പിൾ ടേപ്സിനെ നമ്മൾ ഒരു ഫൈനൈറ്റ് കൺട്രോൾ യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യും. കണ്ടോ, ഇവിടെ 3 ടേപ്സ് ഉണ്ട്. ആ 3 ടേപ്സിനകത്തെയും ഒരു സിംഗിൾ ഫൈനൈറ്റ് കൺട്രോൾ വെച്ചിട്ട് നമ്മൾ ആക്സസ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് ഹെഡ് ക്യാൻ മൂവ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് അതർ ഹെഡ്. അതായത് ഓരോ ഹെഡിനും അതായത് ഇപ്പോൾ 3 ഹെഡല്ലേ ഇതിനകത്തുള്ള ഓരോ ഹെഡിനും മറ്റൊരു ഹെഡിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യലി ദ ഇൻപുട്ട് ഈസ് ഓൺ ടേപ്പ് 1 ആൻഡ് അതേഴ്സ് ആർ ബ്ലാങ്ക്. അതായത് നമ്മൾ ആദ്യമേ ഇൻപുട്ട് എടുത്ത് വെക്കുന്നത് ടേപ്പ് 1-നകത്തായിരിക്കും. ആ സമയത്ത് ബാക്കിയുള്ള ടേപ്സ് എല്ലാം ബ്ലാങ്ക് ആയിട്ടിരിക്കും. അറ്റ് ഫസ്റ്റ് ടേപ്പ് ഈസ് ഓക്കുപ്പൈഡ് ബൈ ദ ഇൻപുട്ട് ആൻഡ് അതർ ടേപ്സ് ആർ കെപ്റ്റ് ബ്ലാങ്ക്. നെക്സ്റ്റ് ദ മെഷീൻ റീഡ് കോൺസിക്യൂട്ടീവ് സിംബൽസ് അണ്ടർ ഇറ്റ്സ് ഹെഡ് ആൻഡ് ദ ടൂറിംഗ് മെഷീൻ പ്രിൻസ് എ സിംബൽ ഓൺ ഈച്ച് ടേപ്പ് ആൻഡ് മൂവ് ഇറ്റ് ഹെഡ്. അതായത് അടുത്തതായിട്ട് നമ്മുടെ ടൂറിംഗ് മെഷീൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസിക്യൂട്ടീവായിട്ട് അതിനകത്തിരിക്കുന്ന സിമ്പിൾസിനെ ഹെഡ് മൂവ് ചെയ്തുകൊണ്ട് അത് റീഡ് ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ എന്താ ചെയ്യുക, അതിനെ ടൂറിംഗ് മെഷീൻ എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്യും. അതാണ് ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മുടെ മെഷീൻ എന്ത് ചെയ്യും, അതിനകത്തിരിക്കുന്ന സിമ്പിൾസിനെ ഹെഡ് മൂവ് ചെയ്യും. അതായത് ഹെഡ് മൂവ് ചെയ്യുമ്പോഴത്തേക്കല്ലേ റീഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ റീഡ് ചെയ്തതിന് ശേഷം പ്രിൻറ്റ് ചെയ്യും. അതാണ് നമ്മളുടെ മൾട്ടി ടേപ്പ് ടൂറിംഗ് മെഷീൻ ചെയ്യുന്നത്. പിന്നെ നമുക്കിനി നോക്കാം അതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമൽ ഡെഫിനിഷനാണ് ഇനി നോക്കാനുള്ളത്. ഫോർമൽ ഡെഫിനിഷൻ വരുമ്പോഴത്തേക്ക് ഈ മൾട്ടി ടേപ്പ് എന്ന് പറയുന്നത് 6 സ്റ്റെപ്പിളാണ്. അതിനകത്തുള്ള എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ Q, T, B, del, Q0, F. Q എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണ്. T എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേപ്പ് ആൽഫബറ്റ്. B എന്ന് വെച്ചാൽ ബ്ലാങ്ക് സിമ്പൽ. ഡെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസിഷൻ ഫംഗ്ഷൻ. Q0 എന്ന് വെച്ചാൽ ഇനിഷ്യൽ സ്റ്റേറ്റും F എന്ന് വെച്ചാൽ ഫൈനൽ സ്റ്റേറ്റുമാണ്. ഇതിനകത്ത് ട്രാൻസിഷൻ ഫംഗ്ഷൻ വരുമ്പോഴത്തേക്ക് അത് മാപ്പ് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും. Q ഇൻറ്റു T റേസ് ടു N, N കഴിഞ്ഞിട്ടൊരു ആരോ ഉണ്ട് കേട്ടോ, ടെൻസ് ടു Q ഇൻറ്റു T റേസ് ടു N ഇൻറ്റു L, R റേസ് ടു N. അതായത് നമ്മുടെ ടേപ്പ് ആൽഫബറ്റ് ഉണ്ടല്ലോ, നമ്മുടെ കൊടുക്കുന്ന ഫൈനൈറ്റ് സ്റ്റേറ്റ് ഇൻറ്റു ടേപ്പ് ആൽഫബറ്റ് റേസ് ടു N. N എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഗിവ്സ് എന്താണ്, Q ഇൻറ്റു T റേസ് ടു N. അതായത് എന്താണ്, ഫൈനൈറ്റ് സ്റ്റേറ്റ് ഇൻറ്റു ടേപ്പ് ആൽഫബറ്റ് ഇൻറ്റു L, R റേസ് ടു N. അതായത് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ ഓരോ ടേപ്പും മൂവ് ചെയ്യുന്നതെന്ന് കാണിക്കാനാണ് L, R റേസ് ടു N എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ഇതാണ് മൾട്ടി ടൈപ്പ് ടൂറിംഗ് മെഷീൻ്റെ ഫോർമൽ ഡെഫിനിഷൻ. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് നോൺ ഡിറ്റർമിനിസ്റ്റിക് ടൂറിംഗ് മെഷീൻ ആണ്. നോൺ ഡിറ്റർമിനിസ്റ്റിക് ടൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഇത് 7 ടപ്പിളാണ്. നമ്മുടെ മൾട്ടി ടൈപ്പ് വരുമ്പോൾ 6 ടപ്പിളും നോൺ ഡിറ്റർമിനിസ്റ്റിക് വരുമ്പോഴത്തേക്ക് 7 ടപ്പിളും ആണ്. ഈ 7 ടപ്പിൾസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ Q, സിഗ്മ, T, del, Q0, B ആൻഡ് F. ഇതിനകത്ത് Q എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണ്. സിഗ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ആൽഫബറ്റാണ്. T എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേപ്പ് ആൽഫബറ്റും. B എന്ന് വെച്ചാൽ ബ്ലാങ്ക് സിമ്പലും. ഡെൽ എന്ന് വെച്ചാൽ ട്രാൻസിഷൻ ഫംഗ്ഷൻ. പിന്നെ Q0 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇനിഷ്യൽ സ്റ്റേറ്റും. F എന്ന് വെച്ചാൽ നമ്മുടെ ഫൈനൽ സ്റ്റേറ്റുമാണ്. ഇതിൻ്റെ ട്രാൻസിഷൻ ഫംഗ്ഷൻ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ മൾട്ടി ടേപ്പ് പോലെയാണ്, പക്ഷേ ഇവിടെ N ഇല്ല. അതായത് മൾട്ടി ടേപ്പിൽ അതായത് ഇത്ര നമ്പർ ഓഫ് ടേപ്സ് ഉണ്ടല്ലോ, ഇതിനകത്ത് ഒരു സിംഗിൾ ടേപ്പ് ആയതുകൊണ്ട് N ഇല്ല. ബാക്കി ഇതിൻ്റെ ഇക്വേഷൻ സെയിം ആണ്. Q ഇൻറ്റു T ഗിവ്സ് Q ഇൻറ്റു T L, R. അതായത് N മാത്രം വരത്തില്ല, ബാക്കി നമ്മുടെ മൾട്ടി ടേപ്പിൻ്റെ സെയിം ട്രാൻസിഷൻ ഫംഗ്ഷനാണ് വരുന്നത്. ഇതാണ് നമ്മളിപ്പോൾ നോക്കിയത് മൾട്ടി ടേപ്പ് ടൂറിംഗ് മെഷീനും നോൺ ഡിറ്റർമിനിസ്റ്റിക് ടൂറിംഗ് മെഷീനും ആണ്. അത് വരുന്നത് റോബസ്റ്റ്നെസ് ഓഫ് സ്റ്റാൻഡേർഡ് ടൂറിംഗ് മെഷീൻ്റെ അണ്ടറിലാണ്.